ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്തിനായി കർണാടക ബി.ജെ.പിയിൽ തമ്മിലടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം അധികമായതുകൊണ്ട് ആരെയൊക്കെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പല കർണാടകയിലെ എംപിമാരെയും ആ സീറ്റുകളിൽ മത്സരിപ്പിക്കില്ല എന്ന നിലപാടാണ് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ തന്നെ ഒന്ന് മാറിക്കിട്ടിയാൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ബി.ജെ.പി പ്രവർത്തകരുടെയും ബി.ജെ.പി നേതാക്കളുടെയും നെട്ടോട്ടമാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയല്ല. മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഡി.കെ. ശിവകുമാറും സംഘവും ഓടി നടക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം നിലവിൽ വിജയ സാധ്യതയുള്ളവരെ മാത്രമേ കർണാടകയിൽ അവിടെ പരിഗണിക്കുന്നുള്ളൂ കോൺഗ്രസ്. അതുകൊണ്ട് അങ്ങനെ വിജയ സാധ്യതയുള്ള പലരും ഇപ്പോൾ കർണാടകയിലെ മന്ത്രിമാരായി തുടരുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഡി.കെ. ശിവകുമാർ ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കും എന്നറിയാതെ അങ്ങ് ഓടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ മന്ത്രിമാരോട് ഒരു തവണ കൂടി നിങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് ഡി.കെ. ശിവകുമാർ ആവശ്യപ്പെട്ടെങ്കിലും അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവിടെ നിന്ന് ജയിച്ചു പോയാലും ഒരു പക്ഷേ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന എംപിമാര് വെറുതെ പോയി ലോക്സഭയിൽ ഇരിക്കാനേ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. കാരണം ലോക്സഭയിൽ പോയി വെറും എം.പി ആയി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരിക്കുന്നതാണെന്നാണ് അവിടെയുള്ളവർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി.കെ. ശിവകുമാർ പറഞ്ഞിട്ട് പോലും കർണാടകയിൽ വലിയ സ്വാധീനമുള്ള, കോൺഗ്രസിനിടയിൽ വലിയ സ്വാധീനമുള്ള, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു മന്ത്രിമാർ പോലും ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. എന്തായാലും ഡി.കെ. ശിവകുമാർ മുന്നോട്ടൊരു ഫോർമുല വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ മന്ത്രിമാരാണോ മത്സരിക്കുന്നത് അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെ ഇതേ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച് അവരെ മന്ത്രിയാക്കിയേക്കാം എന്നാണ് ഡി.കെ. ശിവകുമാർ നൽകിയ വാഗ്ദാനം. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ കർണാടകയിലെ കോൺഗ്രസിന്റെ ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് മറ്റു തന്ത്രങ്ങൾ എന്തൊക്കെയാണോ അത് പയറ്റാനുള്ള നീക്കത്തിലേക്കാണ് ഡി.കെ. ശിവകുമാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കർണാടകയിൽ നിലവിലുള്ള 28 സീറ്റുകളിൽ ഇതുവരെ 7 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനേ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ. നിലവിൽ എം.എൽ.എമാരും മന്ത്രിമാരുമായവരെ സ്ഥാനാർത്ഥി കുപ്പായം ഇടിച്ച് വീണ്ടും കളത്തിലിറക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ നേതാക്കളെല്ലാം വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രമുഖരെ എല്ലാം വിജയിച്ചതോടെ അവർക്കെല്ലാം മന്ത്രിസ്ഥാനവും കൂടി ഡി.കെ. ശിവകുമാറും സംഘവും നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാത്ത ഓട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ച് ഇത്തവണ ഹൈക്കമാൻഡിൽ നിന്ന് ശക്തമായ നിർദ്ദേശമുണ്ട്, ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തിയാൽ മതി എന്നുള്ള കാര്യം. ഇനി കർണാടകയിൽ നിന്ന് ആരെങ്കിലും തോറ്റാൽ അതും ഡി.കെ. ശിവകുമാറിന്റെ തലയിൽ വരുന്നതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ കുറച്ച് സൂക്ഷ്മതയോടാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറയേണ്ടി വരും. നേരത്തെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു, നിങ്ങൾ ജയിച്ചാൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അത്തരം കളത്തിലിറങ്ങി മത്സരിക്കാൻ തയ്യാറായി നിൽക്കണം എന്നുള്ള കാര്യം. പക്ഷേ ജയിച്ച് മന്ത്രിയായപ്പോൾ കോൺഗ്രസ്സുകാർ പഴയ കാര്യങ്ങളൊക്കെ മറന്നു. ഇനി ഞങ്ങൾ മത്സരിക്കാനില്ല, വേണമെങ്കിൽ ഞങ്ങളുടെ മക്കളെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാം, ഞങ്ങൾ ജയിപ്പിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ മന്ത്രിമാർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോക്സഭാ ടിക്കറ്റിൽ മത്സരിച്ച് ഞങ്ങൾ ജയിച്ച് കേന്ദ്രഭരണം കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ലെന്നാണ് അവർ തന്നെ പറയുന്നത്. കർണാടകയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. അതുകൊണ്ട് ഇവിടെ മന്ത്രിമാരായി നിൽക്കുന്നതാണ് തങ്ങൾക്ക് താല്പര്യമെന്നാണ് അവരുടെ കോൺഗ്രസിന്റെ എല്ലാ മന്ത്രിമാരും ഇപ്പോൾ ഡി.കെ. ശിവകുമാറിനോട് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാരായ കെ.ജെ. ജോർജ്, സതീഷ് ജർക്കിഹോളി, ലക്ഷ്മി ഹൊബ്ബാർക്കൽ, കൃഷ്ണ ബൈര ഗൌഡ, ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ.എ. ഹാരിസ് തുടങ്ങിയ 7 മന്ത്രിമാരോടാണ് ഈ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി.കെ. ശിവകുമാർ അവരോടെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അതൊന്നും അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നില്ല, പകരം ഞങ്ങളുടെ മക്കളെ തന്നെ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ചൂഷണം ചെയ്യാൻ വേണ്ടി ബി.ജെ.പി നിൽക്കുന്നതുകൊണ്ട് ഡി.കെ. ശിവകുമാർ ഇതിന് വഴങ്ങും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഏതായാലും മക്കൾ രാഷ്ട്രീയം കർണാടക കോൺഗ്രസിലും ഒരു തുടർക്കഥയാകാൻ പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അച്ഛൻ മന്ത്രിയായിരിക്കുമ്പോൾ മകനെ എം.പി ആക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കർണാടകയിലെ സ്ഥിതിഗതികൾ അത്രത്തോളം പ്രശ്നമായി നിൽക്കുന്നു എന്ന് പറയണം. കോൺഗ്രസിന്റെ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വിജയസാധ്യമില്ലാത്തവരെ നിർത്തില്ല എന്ന നിലപാട് ഡി.കെ. എടുത്തതോടുകൂടി ഈ മന്ത്രിമാരായിരിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരായിരിക്കുന്നവരുടെ മക്കളെ കളത്തിലിറക്കി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഈ മക്കൾ രാഷ്ട്രീയം എത്രത്തോളം കോൺഗ്രസിന് ഗുണകരമാകും എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. എന്തായാലും കർണാടക ഒരു മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ.